ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര നാളായി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ എത്ര രൂപ ഞാൻ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഇത്രയും നാൾ കൊണ്ട് എനിക്ക് എത്ര രൂപ ലാഭം കിട്ടി, നഷ്ടം കിട്ടി, അങ്ങനെ എന്നെ പോലെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് തരുമോ ചോദിച്ചു. അപ്പോൾ ആൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരു സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കിക്കൂടാ. അങ്ങനെ ഞാൻ ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്യാനായിട്ടൊന്ന് രണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു നോക്കി. അത് കണ്ട് അങ്ങനെ ഹെയർ ആക്സസറീസിൻ്റെ പല മേക്കിംഗ് വീഡിയോസൊക്കെ നമുക്കിങ്ങനെ ഓൾറെഡി യൂട്യൂബിൽ സജഷനായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ആ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഓരോ ഇൻസ്പിറേഷനാണ് നമുക്ക്. ഇത് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ എൻ്റെ ഒരു സിസ്റ്ററിനോട് ഞങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളും ഫുൾ സപ്പോർട്ട്. അതുപോലെ തന്നെ ഞാൻ ഹസ്ബൻഡായിട്ട് സംസാരിച്ചു. അപ്പോൾ ആളും സപ്പോർട്ടാണ്. പക്ഷേ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്ന് ആളിങ്ങനെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതുകൊണ്ട് ആൾ ഓക്കെ എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുമായിരുന്നു. ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടിയോണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇങ്ങനത്തെ പേജുകളൊക്കെ കൂടുതൽ വിസിറ്റ് ചെയ്തു, യൂട്യൂബിൽ തന്നെ കുറേ അധികം സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൊരു പേജൊക്കെ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുക, ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആരും ഉണ്ടായില്ല. നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് ഡൗട്ട് ചോദിക്കാൻ പോലും എനിക്കറിയാവുന്ന ആർക്കും അറിയാനും പാടില്ല. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഫ്രെയിം വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ പോസ്റ്റ് വഴിയൊക്കെ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്തു. എങ്ങനെ ചെയ്യണം, കസ്റ്റമേഴ്സിനോട് എങ്ങനെ ഡീൽ ചെയ്യണം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെ ഒന്ന് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം എന്നുള്ളതൊക്കെ ആൾ എനിക്കിങ്ങനെ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു തന്നു. അതായത് ആളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചു. ഇതിനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഫസ്റ്റ് ഞാനൊരു 500 റുപ്പീസിനാട്ടോ മെറ്റീരിയൽസ് മേടിച്ചത്. അത് ഹസ്ബൻഡിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഞാൻ മെറ്റീരിയൽസ് മേടിക്കുന്നത്. അങ്ങനെ ഞാൻ സാറ്റിൻ റിബൺ, ഹെയർ ബാൻഡ്, അങ്ങനെ തന്നെ കുറച്ച് മെറ്റീരിയൽസ്. അന്നെന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റേറ്റ് കുറവിന് എവിടെ കിട്ടും അങ്ങനെയൊന്നും അറിയില്ല. ഇത് ചെയ്യാനുള്ള ആഗ്രഹം ഇങ്ങനെ കൂടി വന്നു. അതുകൊണ്ട് തന്നെ ഈ റേറ്റ് കുറവിന് പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും എന്നൊന്നും കണ്ടുപിടിക്കാനുള്ള സാവകാശം എനിക്കുണ്ടായില്ല. എനിക്കിതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ള ആക്രാന്തം, അതാണ് ശരിക്കും. അങ്ങനെ ഞാനൊരു 500 റുപ്പീസിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ചു. അങ്ങനെ ഞാൻ ഇതിനായിട്ടൊരു ഷോപ്പ് തന്നെ കണ്ടെത്തി. പിന്നെ ഞാൻ അവിടെ പോയി സംസാരിച്ച് അവരിപ്പോൾ കുറച്ചധികം ഹെയർ ആക്സസറീസ്, മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ അവിടെ പോകുമ്പോൾ അവിടെ കൂടുതലും സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. എന്നെപ്പോലെ കുറേ പേര് അങ്ങനെ സെർച്ച് ചെയ്ത് ആ ഷോപ്പിലെത്തുന്നതുകൊണ്ട് തന്നെ അവരവിടെ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ആട്ടോ മേടിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് മെറ്റീരിയൽസൊക്കെ മേടിച്ചു. ആ മെറ്റീരിയൽസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. കാരണം നമുക്കിങ്ങനെ ഹോൾസെയിലായിട്ട് കിട്ടും, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ ക്ലിപ്പൊക്കെ അങ്ങനെ ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ റേറ്റ് കുറഞ്ഞൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് സ്ക്രഞ്ചീസ് ആയിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ അതിപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഓരോന്നും ചെയ്ത് വരുമ്പോഴായിരുന്നു പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കിട്ടി. അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാനിങ്ങനെ ഓരോ മോഡൽസൊക്കെ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാനത് എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്തു. എന്നിട്ട് അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞു, പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര്, നമ്മളുടെ ഫാമിലിയും ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് പേര് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓർഡേഴ്സ് തന്നു. അതായത് നമുക്ക് എങ്ങനെയാണ് റേറ്റ് ഇടുക, എന്താ റേറ്റ് ഇടാന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഓർഡർ തന്നപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും ഞാനത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചു. എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ട് അറിയുന്ന കുറേ പേര് നമുക്ക് അതിനെപ്പറ്റി ഇങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി തന്നു. അതെനിക്ക് യൂസ്ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന്, അതായത് എസ്പെഷ്യലി കുറച്ച് പേര്, പേരെടുത്ത് പറയാൻ പറ്റാത്ത കുറച്ച് പേര് നമുക്കിങ്ങനെ കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെ തന്നു. ഇതുകൊണ്ടൊരു ലാഭം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മുടെ ഡ്രീം എന്താണ്, നമ്മളുടെ പാഷൻ എന്താണെന്ന് അവർ കൺസിഡർ ചെയ്യാണ്ട് അവരുടേതായ
എന്തൊക്കെയോ കുറേ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ എന്നെ ഒന്ന് ഡൗൺ ആക്കിയായിരുന്നു. പക്ഷെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ 100% മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് ഞാനതിപ്പോഴും കൊണ്ടുപോകുന്നത് അതാണ്. എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോഴും ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിലെനിക്ക് ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ഇനി നമ്മുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് മേടിച്ച ഒട്ടുമിക്ക പേരും പറഞ്ഞത് ഭയങ്കര റേറ്റാണ്, ഈ ഒരു റേറ്റിനല്ല കൊടുക്കേണ്ടത്, ഷോപ്പിലൊക്കെ ഇത്രയും റേറ്റ് കുറച്ചാൽ കിട്ടുന്നത്, അങ്ങനെ കുറേ കമൻറ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഷോപ്പിൽ വെച്ചെന്ന് പറയുമ്പോൾ ഒരു ഹോൾസെയിലായിട്ട് മേടിച്ച് ആ ഒരു റേറ്റിന് കൊടുക്കുമ്പോൾ ഷോപ്പുകാർക്കത് അഫോർഡബിൾ ആയിരിക്കും. പക്ഷേ നമ്മളിത് സ്വയം വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഇത് അഫോർഡബിൾ ആവില്ല. പിന്നെ ഞാനിങ്ങനെ പ്രൈസിനെ പറ്റി 1-2 ഷോപ്പുകളിൽ അന്വേഷിച്ചു. ഷോപ്പുകളിൽ അന്വേഷിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവരിടുന്ന റേറ്റ് അവർക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിന് അവർ കൂട്ടിയിടുന്ന റേറ്റാണ്. അപ്പോൾ അതവർക്ക് അഫോർഡബിൾ ആയിരിക്കും. പിന്നെ ഞാൻ കുറേ അധികം പേജസിൽ ചോദിച്ചു. കുറേ പേരൊന്നും റിപ്ലൈ തന്നില്ല, 1-2 പേര് മാത്രം റിപ്ലൈ തന്നു. പിന്നെ ഞാൻ ഒരു കസ്റ്റമർ എന്നോണം അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കുറേ അധികം പേര് നമുക്ക് റിപ്ലൈ തന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഒരൊറ്റ ആളും നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ റിപ്ലൈ തരില്ല. മാക്സിമം എല്ലാവരും സീൻ ചെയ്താൽ പോലും റിപ്ലൈ തരാണ്ട് അവോയ്ഡ് ചെയ്ത് വിടലാണ് നമ്മുടെ മെസ്സേജ്. പക്ഷേ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തോ ആരുടെയും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ആരെങ്കിലും കസ്റ്റമർ അല്ലാണ്ടോ ആയിട്ടോ ആര് മെസ്സേജ് അയച്ചാൽ പോലും ഒരു മെസ്സേജിന് പോലും റിപ്ലൈ ചെയ്യാണ്ട് ഇരിക്കരുതെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ ആര് മെസ്സേജ് അയച്ചാലും ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് കിട്ടാനുള്ള ബിസിനസ് ഒന്നും കുറഞ്ഞു പോകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിനാ ഇങ്ങനെ റേറ്റൊക്കെ മറിച്ച് വെച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെ കുറേ സെൽഫിഷായിട്ട് വിശ്വസിക്കുന്ന കുറേ പേരുണ്ടാവും. അവരെ പറഞ്ഞ് തിരുത്താൻ എനിക്കാവില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് റിപ്ലൈ കൊടുക്കലുണ്ട്. അങ്ങനെ ആണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കൂടുതൽ റേറ്റിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും മേടിച്ച് ചെയ്യണ്ടെന്ന് പറയും. എങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് മേടിക്കണം, ഇത് മേടിക്കണം, ആ ഒരു മോഡൽ ചെയ്യണം, ഈ ഒരു മോഡൽ ചെയ്യണം എന്നുള്ള മോട്ടിവേഷൻ നമുക്ക് വരും. എങ്ങനെയായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചധികം പൈസ നമ്മുടെ നിന്ന് പോകും, അതനുസരിച്ചുള്ള എമൗണ്ട് നമ്മളുടെ കയ്യിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് പൊതുവേ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും നെഗറ്റീവ് കമൻസൊക്കെ വരും, നീ ചിലവാക്കുന്ന പൈസയ്ക്കൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒത്തിരി അധികം സങ്കടം തോന്നിയായിരുന്നു. പഠിച്ചോനെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അതിനുള്ളതൊന്നും കിട്ടില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട്. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തു. അൽഹംദുലില്ലാ ഓണം സീസണൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ഓർഡറൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ വീട്ടുകാരൊന്ന് ഹാപ്പിയായി. എന്നാലും അതിൻ്റെ സൈഡിൽ കൂടെ ഇത് വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടും എൻ്റെ ഒരു സിസ്റ്റർ സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടും ഞാൻ അങ്ങനെ പോയി. ഇപ്പോൾ കറൻ്റ്ലി എനിക്കിനി ആര് സപ്പോർട്ട് നിന്നില്ലെങ്കിൽ പോലും ഞാനിത് റൺ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൊരു സ്റ്റാൻഡിലായി ഞാൻ. കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. നമ്മൾ മറ്റൊരാളുടെ എംപ്ലോയി ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സല്ല ഇത്, നമ്മളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അതുപോലെ പോകുന്നൊരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഉയർച്ച ആരും കാണില്ല, താഴ്ചയെ കാണുള്ളൂ. നമുക്ക് അവിടെ ലാഭം കിട്ടുന്നത് ആരും ശ്രദ്ധിക്കില്ല. നമുക്ക് എവിടെ കുറഞ്ഞു, എവിടെ പോയി, എവിടെ നഷ്ടം വന്നു, അത് ശ്രദ്ധിക്കാനാണ് ഒട്ടുമിക്ക എല്ലാവർക്കും എന്താ പറയുക താല്പര്യം. നമ്മളതൊന്നും കൺസിഡർ ചെയ്യണ്ട. പിന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റേറ്റ് ഇടുന്ന കാര്യത്തിലായിരിക്കും എപ്പോഴും നമ്മൾക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ റേറ്റ് ഇടാണ്ട് കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലാഭമില്ലെങ്കിലും സെയിൽ കിട്ടും. സെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതിയെ നമുക്ക് റേറ്റ് കൂട്ടി കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് കുറയുന്നില്ല, കസ്റ്റമേഴ്സ് കൂടുകയും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പിന്നെ നമ്മളുടേതായ കുറേ ടിപ്സ് നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരാം, ഓഫർ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടേതായ മാർക്കറ്റിംഗ് മെത്തേഡൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ കൊണ്ടുവരാം. എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓർഡർ കിട്ടാൻ കാരണം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്സ് അവരൊക്കെയാണ്. ഞാനിങ്ങനെ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും അവർക്ക് സ്റ്റാറ്റസ് ഇടോ സ്റ്റോറി ഇടോ എന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കും. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ റെഗുലറായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും മടുപ്പാകും, നമുക്കും മടുപ്പാകും. പിന്നെ ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ പതിയെ കുറഞ്ഞു. എൻ്റേതായ
മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഞാൻ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ ഞാനിപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു തുടങ്ങി. പക്ഷെ അതിലെനിക്ക് വലിയ സക്സസ് തോന്നിയില്ല കേട്ടോ. കാരണം എൻ്റെ ഫോക്കസ് കൂടുതലും ഈ ഒരു ഹെയർ ആക്സസറിയിലായതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ഫോക്കസ് ചെയ്തില്ലായിരുന്നു. പിന്നീട് ഞാൻ മറ്റേ നിസ്കാരക്കുപ്പായം ജിൽബാബ് 1 പീസ് പ്രയർ ഡ്രസ്സിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എന്താ പറയുക, ഈ ഒരു റമളാൻ മാസത്തിൽ എനിക്ക് ഒത്തിരി അധികം ഓർഡേഴ്സ് കിട്ടിയത് അതിൽ നിന്നാട്ടോ. ആദ്യമൊക്കെ ഞാൻ മെറ്റീരിയൽസ് മേടിക്കാനും ഒക്കത്തിനും ഹസ്ബൻഡിൻ്റെ നിന്നായിരുന്നു പൈസ മേടിച്ചുകൊണ്ടിരുന്നായിരുന്നേ. പിന്നീട് ഞാനത് മാറ്റി എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓരോ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനും ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനും അതുപോലെ ആക്സസറീസിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും മേടിക്കുന്നത് അതിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് കൊണ്ട് ഞാൻ കുറച്ച് എമൗണ്ട് ഇങ്ങനെ മാസത്തിൽ മാറ്റി വെച്ച് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഈ ഒരു ബിസിനസ് കൊണ്ട് കിട്ടിയ നേട്ടങ്ങളാണ്. ഇതിപ്പോൾ കുറേ പേർക്കൊന്നും അറിയില്ല എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്, നേട്ടമുണ്ട് എന്നുള്ളതൊക്കെ. പിന്നെ നമുക്ക് എല്ലാ സമയത്തും എന്താ പറയുക, ഓവറായിട്ട് ഓർഡർ കിട്ടണം എന്നൊന്നുമില്ല. ചില മാസത്തിലൊന്നും നമുക്ക് ഓർഡറേ ഉണ്ടാവില്ല. എനിക്ക് ഒത്തിരി അധികം ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവരുടെയൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആവുന്നത്. എന്താ പറയുക, എന്തൊക്കെയോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. നമുക്കൊരു ഹെയർ ആക്സസറി മേക്കിംഗ് ബിസിനസ് ചെയ്യാനായിട്ടും ഇതുപോലെ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്, സെൽഫ് മോട്ടീവ് വേണം. മറ്റുള്ളവരെ നമ്മൾ വാലി തൂങ്ങി നടക്കാതെ നമ്മളുടെ ഒപ്പീനിയൻ, നമ്മളുടെ വാല്യൂ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ ബിസിനസ് ചെയ്യാനും. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് വൈസാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പിന്നെ ഫിനാൻഷ്യലി നമ്മൾ ഇച്ചിരി സ്റ്റേബിൾ ആവണമെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ സപ്പോർട്ടിനും വേണം. പിന്നീട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളും ഒരു ചെറിയ രീതിയിലെങ്കിലും സ്റ്റേബിൾ ആവുമല്ലോ. ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മെയിനായിട്ടൊരു ജോബ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷന് വിട്ട് കളയണ്ട. ഇപ്പോൾ ഞാൻ മെയിനായിട്ടൊരു ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ പോലും എൻ്റെ ഈ ഒരു സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്മോൾ ഡ്രീം അല്ല ബിഗ് ഡ്രീം ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാനെടുക്കുന്ന ആ ഒരു സെയിം എനർജി അതുപോലെ തന്നെ ആ ഒരു സെയിം കറേജ് തന്നെ നമുക്ക് ഫ്രോട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മറ്റുള്ളവരുടെ ബിസിനസ്സിൻ്റെ ഉയർച്ചയും താഴ്ചയൊന്നും നമ്മൾ നോക്കിക്കാണ്ട കാര്യമില്ല. നമ്മളുടെ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അവർക്ക് നല്ല സെയിലുണ്ട്, നമുക്ക് സെയിലില്ല എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഡിപ്രസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇൻഷാല്ലാ നല്ലപോലെ ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കും ഒരു ഡേ സക്സസ് ഉണ്ടാവും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നെഗറ്റീവ് അടിക്കാൻ ഒത്തിരി പേരുണ്ടാകും, അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. എങ്ങനെയൊക്കെ ആയാലും നമ്മളെ ഒന്ന് ഡിപ്രസ് ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വേർഡ് മതി. പക്ഷേ മാക്സിമം നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മളുടെ ഡ്രീമിനെ എങ്ങനെ റൺ ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ച് പോകുക. ഇൻഷാല്ലാ എന്തായാലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ലെങ്തി ആയിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.